ഹലോ, എല്ലാവർക്കും സ്മാർട്ട് ആൻഡ് ക്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 2 ദിവസം വീഡിയോ ഇട്ടില്ല. അതിൻ്റെ നോട്ട്സ് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്തിട്ട് നോട്ട്സ് വെച്ചിട്ട് പഠിച്ചു തുടങ്ങാം കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കുന്നത് യൂറിൻ അനാലിസിസ് ആണ്. യൂറിൻ അനാലിസിസ് ക്യാൻ റിവീൽ ഡിസീസസ് ദാറ്റ് ഗോൺ unnoticed because they do not produce striking signs or symptoms. Examples include diabetic mellitus, various forms of glomerulonephritis and chronic urinary tract infection. അതായത് യൂറിനെ നമുക്ക് അനലൈസ് ചെയ്യുന്നതാണ് യൂറിൻ അനാലിസിസ് എന്ന് പറയുന്നത് അല്ലേ. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത, അതായത് നമുക്ക് സിംറ്റംസോ സൈൻസോ ഒന്നും വലുതായിട്ട് കാണിക്കാൻ കഴിയാത്ത ഡയബറ്റിക് മെലിറ്റസും പിന്നെ ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, ദെൻ ക്രോണിക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ഇങ്ങനത്തെ ഡിസീസസിനെയൊക്കെ നമുക്ക് യൂറിൻ അനാലിസിസ് വഴി നമുക്ക് ഏറെക്കുറെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. The most cost-effective device used to screen urine is a paper or plastic dipstick. This microchemistry system has been available for many years and allows quantitative and semi-quantitative analysis within 1 minute by sample but carefully observation. അതായത് നമുക്ക് മോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡിപ്സ്റ്റിക്ക് വെച്ചിട്ട്. ഇതെന്ന് പറയുമ്പോഴത്തേനും ഒരു മൈക്രോ സിസ്റ്റമാണ്, അതായത് കുറേ വർഷങ്ങൾ കൊണ്ടേ നമുക്ക് യൂസ് ചെയ്തതാണ്. നല്ല കെയർഫുള്ളായിട്ട് ദ കളർ ചേഞ്ച് ഒക്കോറിങ് ഓൺ ദ ഈച്ച് സെഗ്മെൻറ്റ്സ് ഓഫ് ദ സ്ട്രിപ്പ് ഈസ് കമ്പയർഡ് ടു എ കളർ ചാർട്ട് ടു ഒബ്റ്റെയിൻ റിസൾട്ട്. അതായത് നമ്മൾ യൂറിൻ്റെ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഡിപ്പ് ചെയ്യുമ്പോഴത്തേനും ആ ഡിപ്സ്റ്റിക്കിനകത്ത് നമുക്ക് കളർ ചേഞ്ച് ഉണ്ടാവും. അതെന്തോ ചെയ്യും, നമ്മുടെ കളർ ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ റീഡിങ്സ് നമുക്ക് എടുക്കാൻ പറ്റും. However, a careless doctor, nurse or assistant is entirely capable to misreading or misinterpreting the results. Microscopic urine analysis only a relatively inexpensive light microscope. അതായത് നമ്മൾ കെയർലെസ് ആയിട്ട് നമ്മുടെ ഈ ഒരു യൂറിൻ അനാലിസിസ് ക്യാരി ചെയ്യുന്ന നേഴ്സാവട്ടെ, ഡോക്ടറാവട്ടെ, അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ആവട്ടെ, അവർ കറക്റ്റായിട്ട് നോക്കാതെ കെയർലെസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റീഡിങ് നമുക്ക് കിട്ടത്തില്ല. നല്ല സൂക്ഷ്മതയോടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആപ്റ്റായിട്ട് നമുക്ക് റീഡിങ് കിട്ടും. ഇനിയെന്ന് പറയുന്നത് നമ്മുടെ മൈക്രോസ്കോപ്പ് വഴി അനാലിസിസ് ചെയ്യുന്നത് ഭയങ്കര ഇൻഎക്സ്പെൻസീവായിട്ടുള്ള ലൈറ്റ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇൻഎക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയ കോസ്റ്റൊന്നും ഇല്ലാത്ത ചിലവൊക്കെ കുറഞ്ഞ് മൈക്രോസ്കോപ്പ് ഇട്ടിട്ട് നോക്കുക. അടുത്തതാണ് മൈക്രോസ്കോപ്പിക് യൂറിൻ അനാലിസിസ്. ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ യൂറിൻ അനാലിസിസ് is direct visual observation. The normal fresh urine is a pale to dark yellow or amber in color and clear. Normal urine volume is 750 to 2000 ml per 24 hours. ആദ്യം നമ്മളൊരു യൂറിൻ എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് വിഷ്വലായിട്ട് ഒബ്സർവേഷൻ ചെയ്യണം. അതായത് നമ്മൾ ആ യൂറിനെ നോക്കിയിട്ട് അതിനെ അനലൈസ് ചെയ്യണം. അപ്പോൾ ഒരു നോർമൽ ഫ്രഷ് യൂറിൻ എന്ന് പറയുമ്പോഴത്തേനും പെയിൽ ടു ഡാർക്ക് യെല്ലോ കളർ അല്ലെങ്കിൽ ആംബർ കളറായിരിക്കും. മാത്രമല്ല അത് ക്ലിയർ ആയിരിക്കും. ഒരു നോർമൽ പേഴ്സൻ്റെ ഒരു ദിവസത്തെ ഒരു യൂറിൻ്റെ വോളിയം എടുക്കുകയാണെങ്കിൽ 750 to 2000 ml വരെ ആയിരിക്കും കാണുന്നത്. ടർബിഡിറ്റി ഓർ ക്ലൗഡ്നെസ് മേ കേസ് by excess cellular material or protein in the urine or may develop from crystallization or precipitation of salt upon standing at room temperature or its refrigerator. Clearing the specimen by the addition of small amount of acid indicators that precipitate of salt in the probable case of turbidity. അതായത് ടർബിഡിറ്റിയുടെയോ ക്ലൗഡ്നെസ്സിൻ്റെയോ കാരണം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടീനകത്ത് എക്സസ് സെല്ലുലാർ മെറ്റീരിയൽസോ അല്ലെങ്കിൽ പ്രോട്ടീൻ യൂറിനകത്ത് ഒരുപാടുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ക്രിസ്റ്റലൈസേഷനോ പ്രസിപ്പിറ്റേഷനോ ഓഫ് സോൾട്ടിനും സാധ്യതയുണ്ട്. ഇത് നമ്മുടെ റൂം ടെമ്പറേച്ചറിനോ റെഫ്രിജറേറ്ററിനോ വെക്കാം. മാത്രമല്ല ഈ ഒരു കേസിനെ നമ്മൾ എങ്ങനെ ക്ലിയർ ചെയ്യും, ബൈ ആഡിങ് സ്മാൾ എമൗണ്ട് ഓഫ് ആസിഡ് ഇൻഡിക്കേറ്റേഴ്സ്. ആസിഡ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഈ പ്രസിപ്പിറ്റേഷനെയും അല്ലെങ്കിൽ ക്രിസ്റ്റലൈസേഷനെയൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു കേസിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. എ റെഡ് ഓർ റെഡ് ബ്രൗൺ കളർ കുഡ് ബി ഫോംഡ് എ ഫുഡ് ഡൈ, ഈറ്റിംഗ് ഫ്രഷ് മീറ്റ്സ്, എ ഡ്രഗ്സ് or the presence of either hemoglobin or myoglobin. If the sample containing many red cells, it would be cloudy as well as red.
അതായത് ഒരു റെഡോ ഒരു റെഡ് ബ്രൗണോ ആയിട്ടുള്ള യൂറിൻ്റെ കളർ എന്ന് പറയുന്നത് അബ്നോർമൽ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് അല്ലെങ്കിൽ ഈറ്റിംഗ് ഫ്രഷ് മീറ്റ്സ്, ഡ്രഗ്സ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെയോ മയോഗ്ലോബിൻ്റെയോ പ്രസൻസ് ഇതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് ഈ കളർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ സാമ്പിളിനകത്ത് മെനി റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ക്ലൗഡി ആസ് വെൽ ആസ് റെഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിപ്സ്റ്റിക്കിനെ പറ്റിയിട്ടല്ലേ. അപ്പോൾ ഡിപ്സ്റ്റിക്കിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. നമുക്കിവിടെ ഈ പിക്ചറിനകത്ത് കാണാൻ പറ്റും ഇങ്ങനെ ഒരു സ്ട്രിപ്പായിരിക്കും ഡിപ്സ്റ്റിക് എന്ന് പറയുന്നത്. അതൊരു പേപ്പർ സ്ട്രിപ്പാണ്. ഇപ്പോൾ നമ്മുടെ യൂറിനകത്തേക്ക് ഡിപ്പ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് നൈട്രേറ്റ്, pH, പ്രോട്ടീന്, ബ്ലഡ്, സ്പെസിഫിക് ഗ്രാവിറ്റി, കീറ്റോണ്, ബിലിറൂബിൻ, പിന്നെ ഗ്ലൂക്കോസൈഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ റീഡിങ്സ് അല്ലെങ്കിൽ ആ കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ ഡിപ്പ് ചെയ്തൊരു കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോഴത്തേനും, അതായത് ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ റീഡിങ്സ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ടിനകത്തുള്ള ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് pH. The glomerular filtrate of the blood plasma is usually acidified by renal tubules and ducts from the pH of the 7.4 to above 6 in the final renal. However, depending on the acid-base status, the urinary pH may range from as low as 4.5 to as high as 8.0. This change by acid side of 7.4 is accomplished in the distal convoluted tubule and collecting ducts. ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് പ്ലാസ്മ ഉണ്ടല്ലോ, അസിഡിഫൈ ചെയ്യുന്നത് റീനൽ ട്യൂബ്യൂൾസും അല്ലെങ്കിൽ കളക്റ്റിംഗ് ഡക്ട്സും ആയിരിക്കും. ഇതിൻ്റെ pH എന്ന് പറയുന്നത് 7.4 to 6 വരെയാണ്. പക്ഷേ ഒരു ആസിഡ് ബേസ് സ്റ്റാറ്റസ് ആകുമ്പം pH 4.5 താഴെയും 5.8 മുകളിലുമായിരിക്കും അസിഡിഫൈഡ് ബേസ്ഡ് ആയിട്ടുള്ള യൂറിനെ കാണുന്നത്. ഇത് കേസ് ചെയ്യുന്നത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും കളക്റ്റിംഗ് ഡക്ട്സിൻ്റെയും കാരണം കൊണ്ടിട്ടാണ്. അടുത്തത് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ പ്രസൻസ് ഓഫ് സൊല്യൂട്ട് റെപ്രസെൻറ്റഡ് ബൈ പാർട്ടിക്കിൾസ് ഓഫ് വേരിയിങ് സൈസ് ഫ്രം ദ സ്മാൾ അയോൺസ് ടു ലാർജർ പ്രോട്ടീൻ. Urine osmolarity measured the total number of dissolved particles regardless of their size. The most common method of measurement is to freezing and depression. A refractometer measures the changes in direct on a light path based upon the particle concentration and size in a fluid. Large particles such as glucose and albumin will after refraction to a greater degree. The urine dipstick measure of specific gravity is an approximation that is most sensitive to cationic concentration in urine. Therefore, dipstick specific gravity is altered by very high or low urine pH, but not large particles like protein. സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ബൈ ദ പ്രസൻസ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ യൂറിനകത്തെ പാർട്ടിക്കിൾസിനെ ബേസ് ചെയ്തിട്ടാണ് സ്പെസിഫിക് ഗ്രാവിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ലൈക്ക് അയോൺസ്, പ്രോട്ടീൻസ്, അങ്ങനത്തെ പാർട്ടിക്കിൾസ്. ഇത് മോസ്റ്റ് കോമൺ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രീസിങ് പോയിൻറ്റ് ഡിപ്രഷനാണ്. ഡിഫ്രാക്റ്റോമീറ്റർ യൂസ് ചെയ്തിട്ട് ലൈറ്റ് പോകുന്ന ആ ഒരു ഡയറക്ഷൻ നോക്കി എത്രയാണെന്ന് കണ്ടെത്താൻ നമുക്ക് പറ്റും. ഇപ്പം ലാർജർ പാർട്ടിക്കിൾസ് ആയ ഗ്ലൂക്കോസ്, ആൽബുമിന് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഗ്രേറ്റർ ഡിഗ്രി റിഫ്രാക്ഷൻ ആയിരിക്കും. യൂറിൻ ഡിപ്സ്റ്റിക് മെഷറിൻ്റെ കാറ്റിയോണിക് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഓൾവേസ് സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ യൂറിൻ ഡിപ്സ്റ്റിക് സ്പെസിഫിക് ഗ്രാവിറ്റി ചേഞ്ച് ബേസിക് pH നോട്ട് പ്രോട്ടീന്. അതായത് യൂറിൻ ഡിപ്സ്റ്റിക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താ ചെയ്യുന്നത്, ബേസിസ് ഓഫ് pHൻ്റെ അതിൻ്റെ ആ ഒരു ബേസിസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രോട്ടീനിന് അങ്ങനെ പറ്റില്ല. യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു യൂറിൻ ഓസ്മോലാരിറ്റി ആണ്. എനി യൂറിൻ ഹാവ് സ്പെസിഫിക് ഗ്രാവിറ്റി 1.035 ഈസ് എയ്തർ കണ്ടാമിനേറ്റഡ്, കണ്ടെയ്ൻ വെരി ഹൈ ലെവൽ ഓഫ് ഗ്ലൂക്കോസ്, ഓർ ദ പേഷ്യൻസ് ഹാവ് മേ റീസെൻ്റ്ലി റിസീവ്ഡ് ഹൈ ഡെൻസിറ്റി റേഡിയോപെക് ഡൈസ് intravenously for radiographic studies, or low molecular weight dextran solution substance 0.004 for very 1% glucose of determined on a non-glucose solution concentration. എന്ന് പറയുമ്പോൾ
യൂറിനകത്ത് 1.035 കൂടുതലാണെങ്കിൽ അതിൻ്റെ കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ വെരി ഹൈ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പേഷ്യൻസിന് റേഡിയോ ഒപേക് ഡൈസോ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഹൈ ഗ്രാവിറ്റീസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം ഈ റേഡിയോഗ്രാഫിക് സ്റ്റഡീസിന് വേണ്ടിയിട്ടോ ലോ മോളിക്കുലാർ വെയിറ്റ് ഡെക്സ്ട്രാൻ സൊല്യൂഷനോ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ദീസ് മെറ്റീരിയൽസ് കാർബോഹൈഡ്രേറ്റഡ് ആണ്. അതുകൊണ്ട് ഗ്ലൂക്കോസിനകത്ത് കണ്ടൻറ്റ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. അടുത്തതാണ് പ്രോട്ടീൻ. The dipstick screening of protein is done on the whole urine, but semi-quantitative test for urine protein should be performed on the superintendent of centrifuge. Urine stains of the cells suspended in normal urine can produce a falsely high estimation of protein. Normally, only a small plasma protein filtered at the glomerulus and reabsorbed by the renal tubule. However, a small amount of filtered uromotilene protein secreted by the tubules cells of the nephron can be found in the normal urine. Normal total protein excretion does not usually exceed 150 mg per 24 hours or 10 mg per 100 ml in any single specimen. More than 150 mg per day is defined as the proteinuria. Proteinuria is 3.5 gm per 24 hours is greater is severe and known as nephrotic syndrome. യൂറിനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് സ്ക്രീൻ ചെയ്തിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് പറ്റുള്ളൂ. അതായത് നമ്മൾ യൂറിൻ എടുത്തിട്ട് അതിനെ സെൻട്രിഫ്യൂഗ് ചെയ്യണം. സെൻട്രിഫ്യൂഗ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതെന്തോ ചെയ്യും, അതിൻ്റെ അകത്ത് പാർട്ടിക്കിൾസൊക്കെ സെപ്പറേറ്റ് അതായത് സസ്പെൻഡ് ചെയ്യുമ്പം നോർമൽ യൂറിനകത്ത് ഫാൾസ്ലി ഹൈ ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യും. അങ്ങനെ പ്രോട്ടീൻസിനെ അവരെന്തോ നന്നായിട്ട് കാണിക്കും. അങ്ങനെ അതെടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. നോർമലി ഗ്ലോമർലസ് ഫിൽട്രേറ്റ് ചെയ്ത പ്രോട്ടീനകത്ത് എന്തുണ്ട്, റീഅബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്മാൾ എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് പ്ലാസ്മ പ്രോട്ടീന് യൂറോമോഡലിൻ പ്രോട്ടീനും ഇതെന്തോ ചെയ്യും, നമ്മുടെ യൂറിനകത്ത് കാണും. അപ്പം നോർമൽ ടോട്ടൽ പ്രോട്ടീൻ ഈസ് നോട്ട് മോർ ദാൻ 150 mg per 1 day. അതിൽ എന്തായാലും കൂടത്തില്ല. അതായത് 10 mg per 100 ml ഒരു സിംഗിൾ സ്പെസിമെന്. അപ്പോൾ അതിൽ കൂടുതലാണെങ്കിൽ അതിന് പ്രോട്ടോനൂറിയ എന്നുള്ള സിറ്റുവേഷനാണ്. ഇപ്പോൾ പ്രോട്ടോനൂറിയ 3.5 mg per 24 ഹവേഴ്സിന് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, അത് സിവിയർ കണ്ടീഷനാണ്, നെഫ്രോട്ടിക് സിൻഡ്രോംസ് ആണ്. അടുത്തതാണ് ഗ്ലൂക്കോസ്. ലെസ് ദാൻ 0.1% ഓഫ് ഗ്ലൂക്കോസ് നോർമലി ഫിൽറ്റേർഡ് ബൈ ദ ഗ്ലോമർലസ് അപ്പിയേഴ്സ് ഇൻ യൂറിൻ. ദെൻ ഗ്ലൂക്കോസൂറിയ generally means diabetes mellitus. Dipsticks employing the glucose oxidase reactions for screening and specific for glucose but can miss other reducing sugars such as galactose and fructose. For this reaction, most newborn infant urine are routinely screened for reducing sugar by methods other than glucose oxidase. ഗ്ലോമർലാർ ഫിൽട്രേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗ്ലൂക്കോസ് 0.1% അപ്പിയർ ആകും. ഗ്ലൂക്കോസൂറിയ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനകത്ത് എക്സസ് ആയിട്ട് പ്രോട്ടീൻ ആയിരിക്കും. അതിനെ ഡയബറ്റിക് മെലിറ്റസ് എന്നാണ് പറയുന്നത്. ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്ലൂക്കോസിനെ സ്ക്രീൻ ചെയ്യാൻ പറ്റുമെങ്കിലും നമുക്ക് ഷുഗറിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഷുഗർ എന്ന് പറയുമ്പോൾ ഗാലക്ടോസും ഫ്രക്ടോസും ഇതിനെ നമുക്ക് ആ ഡിപ്സ്റ്റിക് ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ന്യൂബോണിനൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് വെച്ചിട്ട് പറ്റത്തില്ല, നമ്മുടെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് പറ്റത്തില്ല. അവർക്ക് 2 ടെസ്റ്റ് പറയുന്നുണ്ട്, ക്ലിനിക് ടെസ്റ്റും ബെനഡിക് റിഡക്ഷൻ ടെസ്റ്റ്. ഈ 2 ടെസ്റ്റുമാണ് അവർക്ക് ചെയ്യുന്നത് ഗ്ലൂക്കോസിനെയും അതിനകത്ത് ഷുഗറിനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കീറ്റോൺസ് റിസൾട്ടിങ് ഫ്രം എയ്തർ diabetic ketones or some other form of caloric deprivations are easily detected using the dipstick or test tables containing sodium nitroprusside. Ketones form from diabetic ketones or some other caloric deprivations. Ketones ഉണ്ടാകുന്നത് ഡയബറ്റിക് കീറ്റോൺസോ അല്ലെങ്കിൽ കാലോറിക് ഡിപ്രിവേഷൻ അതായത് സ്റ്റാർവേഷൻ വഴിയൊക്കെ ആയിരിക്കും. ഇതിനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ടെസ്റ്റ് ടേബിൾസ് വെച്ചിട്ടോ, അതായത് സോഡിയം നൈട്രോപ്രുസൈഡ് ഉള്ള
ടെസ്റ്റ് ടേബിൾസോ ഡിപ്സ്റ്റിക് ഉപയോഗിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കതിനെ റീഡ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് നൈട്രേറ്റ്. എ പോസിറ്റീവ് നൈട്രേറ്റ് ടെസ്റ്റ് ഇൻഡിക്കേറ്റ്സ് ദ ബാക്ടീരിയ മേ ബി പ്രസൻറ്റ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഇൻ യൂറിൻ. gram negative rods such as E. coli are the more likely to give a positive test. നൈട്രേറ്റ് പോസിറ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബാക്ടീരിയയുടെ പ്രസൻസ് വെച്ചിട്ടാണ്. സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഓഫ് ബാക്ടീരിയ നമ്മുടെ യൂറിൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, പോസിറ്റീവ് നൈട്രേറ്റ് ടെസ്റ്റാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. gram നെഗറ്റീവ് റോഡ്സും, അതായത് gram നെഗറ്റീവ് റോഡ്സായി E. coli എന്താ ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ടെസ്റ്റും അത് ഷോ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ല്യൂക്കോസൈറ്റ് എസ്ട്രേസ്. എ പോസിറ്റീവ് ല്യൂക്കോസൈറ്റ് എസ്ട്രേസ് ടെസ്റ്റ് റിസൾട്ട് ഫ്രം presence of white blood cells either as whole cells or as lysed cells. Pyuria can be detected even urine sample contains damaged or lysed WBC. A negative leukocyte esterase test means an infection is unlikely and that without additional evidence of urine tract infection, microscopic examinations and/or urine culture need not be done to rule out significant bacteria. Leukocyte esterase എന്ന് പറയുന്നത് എന്തായിരിക്കും, ടെസ്റ്റ് റിസൾട്ട് പ്രസൻസ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ലൈസ്ഡ് സെൽസ്, അതായത് മരിച്ചു പോയ സെൽസ് അതൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അത് പോസിറ്റീവാണ്. പയൂറിയ ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂറിൻ കണ്ടെയ്നിങ് ഡാമേജ്ഡ് ഓർ ലൈസ്ഡ് WBC. പയൂറിയ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഡാമേജ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മരിച്ചു പോയതോ അല്ലെങ്കിൽ മരിക്കാൻ പോയതോ ആയിട്ടുള്ള WBC ഒക്കെ നമ്മുടെ സെൽസിലുണ്ടെങ്കിൽ, WBC ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പയൂറിയ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് ലൂക്കോസൈറ്റ്സ് എന്ന് പറയുമ്പം അതൊരു ഇൻഫെക്ഷൻസ് ആണ്. അതിനകത്ത് വേറെ അഡീഷണൽ എവിഡൻസ് ഒന്നും വേണ്ടെന്നാണ് പറയുന്നത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനോ അല്ലെങ്കിൽ യൂറിൻ കൾച്ചറോ ഇതൊന്നും വേണ്ട, നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു എവിഡൻസ് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ ആ ഡിപ്സ്റ്റിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കിയത്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.